ബംഗളൂരുവിൽ പരസ്യ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സർക്കാർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കുകയാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ CJPയെ മുഴുവൻ ഇല്ലാതാക്കാനാണ് ശ്രമം. പക്വതയോടെ മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നും അഭിജിത്ത് ദീപ്കെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി. आई एम हियर टू मेक एन इम्पोर्टेंट अनाउंसमेंट एंड आई वुड लाइक टू क्लैरिफाई. अभी मैंने कुछ न्यूज़ पढ़ी है जहां पर मैंने ये पढ़ा है कि कुछ जगहों पर कॉकरोच जनता पार्टी के नाम से कुछ लोग प्रोटेस्ट करने वाले हैं. मैं ये बात क्लियर कर दूं, वी हैव नॉट गिवन एनी सच कॉल. वी आर नॉट गोइंग टू प्रोटेस्ट राइट नाउ एंड वॉट एवर वी विल डू, वी विल प्लान फॉर इट एंड वी विल डू इट वेरी केयरफुली एंड बी वेरी माइंडफुल अबाउट इट. तो मेरी सारी कॉकरोच जनता पार्टी के सपोर्टर्स से रिक्वेस्ट है कि कोई भी ऐसी जल्दबाजी में कोई भी ऐसा कदम ना उठाए. डोंट टेक एनी सच डिसीजन और एक्शन दैट वुड हार्म द मूवमेंट. द गवर्नमेंट इज जस्ट वेटिंग फॉर वन रॉन्ग मूव टू डिमोनाइज द एंटायर मूवमेंट टू कम आफ्टर अस. सो डोंट गिव देम एनी एक्सक्यूज. बी वेरी केयरफुल, बी वेरी पीसफुल. दिस इज अ लॉन्ग बैटल. എന്തോ തെറ്റിദ്ധാരണയുടെ ഭാഗമായി വന്നതാണ് ഈ സമരാഹ്വാനം എന്നാണ് CJPയുടെ ഔദ്യോഗികമായ വിശദീകരണം വരുന്നത്. ബംഗളൂരു ടൗൺ ഹാളിന് മുന്നിൽ മനുഷ്യച്ചങ്ങല തീർക്കും, അതിനായി യുവാക്കളെല്ലാവരും എത്തിച്ചേരണമെന്നതായിരുന്നു CJPയുടെ പേരിലുള്ള ഒരു നോട്ടീസിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായി ആളുകൾ ഒത്തുകൂടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന രഹസ്യ റിപ്പോർട്ടും കർണാടക പോലീസിന് ലഭിച്ചിരുന്നു. അനുമതി കൂടാതെ ആരെങ്കിലും എത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്ന മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഔദ്യോഗികമായ വിശദീകരണം വരുന്നത്. CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയാണ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള സമരാഹ്വാനം തെരുവിലേക്ക് കൊണ്ടുപോകാൻ നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു പരിപാടിയുമില്ല. ഏതെങ്കിലും രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ളതാണ്. ഒരു തെറ്റിനായി സർക്കാർ കാത്തിരിക്കുകയാണ്. CJPയെ മുഴുവനായി ഇല്ലാതാക്കാനാണ് സർക്കാർ തക്കം പാർത്തിരിക്കുന്നത്. അതുകൊണ്ട് കരുതലോടെ പക്വതയോടെ നീങ്ങണം എന്നുകൂടി അനുയായികളോട് CJP ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിനിടെ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് CJPയുടെ വെബ്സൈറ്റ് വഴി ഒരു ഒപ്പ് ശേഖരണമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ. ആ ക്യാമ്പയിനിലേക്ക് വലിയ തരംഗമായത് മാറുകയാണ്. 6 ലക്ഷത്തിലധികം പേർ ഒപ്പ് രേഖപ്പെടുത്തി എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനിടെ തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുകൂടി അഭിജിത്ത് പറയുകയാണ്. കഴിഞ്ഞ ദിവസം അഭിജിത്തിന് വധഭീഷണി ഉണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റു പല സന്ദേശങ്ങളും അതിൽ വന്നേക്കാം എന്നുകൂടി അഭിജിത്തിൻ്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വലിയ തരംഗമായി CJP പാർട്ടി മിനിറ്റുകൾ കഴിയും തോറും മാറുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. മാധു.